ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തുറന്നതാണ് കണ്ണൂർ കോർപ്പറേഷന്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രം. ആദ്യ ഒരാഴ്ച സൗജന്യ പാർക്കിംഗ് നൽകിയിട്ട് പോലും വാഹനങ്ങൾ ഇവിടേക്ക് എത്തുന്നില്ല. പാർക്കിംഗ് കേന്ദ്രത്തിന് സമീപത്താകട്ടെ അനധികൃതമായി നിർത്തിയിട്ട കാറുകളുടെ നീണ്ട നിരയും. അഭിജിത്ത് മുഴക്കുന്നിന്റെ റിപ്പോർട്ട്. ആറ് നിലകൾ, 100-ലധികം വാഹനങ്ങൾക്ക് 24 മണിക്കൂറും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, ചിലവും വളരെ കുറവ്. പക്ഷേ കണ്ണൂർ കോർപ്പറേഷന്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിലേക്ക് എത്തുന്നത് വിരലിലെണ്ണാവുന്ന വാഹനങ്ങൾ മാത്രമാണ്. 2020 നിർമ്മാണം ആരംഭിച്ച പാർക്കിംഗ് കേന്ദ്രം പണി പൂർത്തിയായി തുറന്നു നൽകിയത് ഇക്കഴിഞ്ഞ നവംബർ 1-ന്. 6 നിലകളിലായി 4 യൂണിറ്റുകൾ, 124 കാറുകൾക്ക് വരെ ഒരേ സമയം പാർക്ക് ചെയ്യാൻ സൗകര്യം. 24 മണിക്കൂർ പാർക്ക് ചെയ്യാൻ ഈടാക്കുക 150 രൂപ. ആദ്യ ഒരാഴ്ച സൗജന്യ പാർക്കിങ്ങും നൽകി. എന്നാൽ ഇതൊന്നും ആളുകൾക്ക് അത്ര പിടിച്ച മട്ടില്ല. ആകെ എത്തുന്നത് 4-5 കാറുകൾ മാത്രം. നമ്മൾ കയറ്റി ടെസ്റ്റ് ചെയ്തിന് നോക്കുമ്പോൾ അതിന് 2 ഗ്ലാസും തട്ടുന്നത് കയറ്റാൻ കഴിയില്ല. കയറ്റാൻ പറ്റിയ കാറ് കയറ്റണോ എന്നുവെച്ചാൽ ചെറിയ കാറ് മാരുതിയിലും കയറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനോവ കയറ്റാൻ നോക്കിയിട്ട് കഴിഞ്ഞിട്ടില്ല. തൊട്ടടുത്ത് പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ടായിട്ടും അനധികൃതമായി നിർത്തിയിട്ട കാറുകൾ ഒരുപാട് കാണാം. പാർക്ക് ചെയ്യുന്ന കാണുന്നില്ല. അതുകൊണ്ട് ഒരു ഗുണമില്ലാത്ത അവസ്ഥയാണുള്ളത്. പുറത്താണ് വണ്ടിയെല്ലാം പാർക്ക് ചെയ്യുന്നത്. കോർപ്പറേഷനും ഇടപെട്ട് വേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവും. അതിപ്പോൾ റോഡ് ബ്ലോക്ക് ആകുന്ന നേരത്തിൽ വണ്ടി പുറത്തെല്ലാം പാർക്ക് ചെയ്യും. അടിപൊളി സെറ്റപ്പ് എല്ലാം. റോഡിലെ പാർക്കിംഗ് ഒഴിവാക്കിയാൽ മതി. അതെ, പുറത്തെ റോഡിലെ പാർക്കിംഗ് ഒഴിവാക്കിയാൽ മതി. എന്നാൽ കുറെ ബ്ലോക്ക് ഒഴിവാകും. പാർക്കിംഗ് കേന്ദ്രത്തിന്റെ സ്ഥാനത്തെ ചൊല്ലിയും പരാതി ഉയരുന്നുണ്ട്. വാഹനങ്ങളുമായി ആളുകളെത്തുന്ന ഭാഗത്തല്ല പാർക്കിംഗ് കേന്ദ്രം നിർമ്മിച്ചതെന്നാണ് വിമർശനം. അഭിജിത്ത് മുഴക്കുന്ന്, കണ്ണൂർ.